ഇറാന്റെ ആക്രമണം ഖത്തറിലെ അടക്കം എണ്ണപ്പാടങ്ങളിൽ കാര്യമായി നടക്കുന്നു എന്നുള്ളത് ഏറ്റവും ഗൗരവതരമായ ഒരു സംഗതിയായി മാറുകയാണ്. ഇതിനിടെ ഇറാനെതിരെ അറബ് യൂറോപ്യൻ രാജ്യങ്ങൾ സംയുക്തമായ നീക്കം നടത്താൻ ഒരുങ്ങുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയ്ക്കായി കൈകോർക്കാൻ UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലൻഡ്സ്, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഇപ്പോൾ രംഗത്ത് വരുന്ന പശ്ചാത്തലമാണ്. കപ്പലുകളുടെ സുരക്ഷിതമായ യാത്രയ്ക്ക് സഹായമൊരുക്കാമെന്ന് സംയുക്ത പ്രസ്താവനയും ഇവർ പുറത്തിറക്കുന്ന സാഹചര്യം വ്യത്യസ്തമാണ്. അതുപോലെ ഇന്നലെയാണ് 12ഓളം അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ യോഗം ചേർന്ന് ഇറാനെതിരെ പ്രമേയം പാസാക്കുകയും മറ്റും ചെയ്തത്. ഇനിയും ആക്രമണം തുടർന്നാൽ സൗദി അടക്കം പറഞ്ഞിരിക്കുന്നത് തിരിച്ചടിക്കും എന്നുള്ളതാണ്. അതേസമയം ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണം ശക്തമായി തുടരുകയാണ്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഇപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിലെ പ്രതിസന്ധി രൂക്ഷമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ഇതിനെതിരെ സംയുക്തമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഹോർമുസിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്? രഞ്ജിത്ത്, പശ്ചിമേഷ്യയിലെ ആക്രമണങ്ങൾ ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. ഇന്ന് രാവിലെ തന്നെ നിരവധി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബഹ്റൈനിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സ്വകാര്യ വെയർഹൌസ് തീപിടുത്തത്തിൽ ഒരു മിസൈലിന്റെ അവശിഷ്ടം തകർന്നു വീണുണ്ടായ തീപിടുത്തത്തിൽ ഇപ്പോൾ പൂർണ്ണമായും കത്തി നശിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഖത്തറിലേക്കും UAE-യിലേക്കും സൗദിയിലേക്കും അടക്കം ഇന്ന് രാവിലെ കൂടി നിരവധി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായി. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് പ്രധാനമായിട്ടും പശ്ചിമേഷ്യയിൽ എണ്ണപ്പാടങ്ങൾ, വാതകപ്പാടങ്ങൾ ഇവയെല്ലാം കേന്ദ്രീകരിച്ച് ഇറാൻ ആക്രമണം നടത്തുന്നുണ്ട്. ഇത് ഇറാനുള്ളിലുള്ള സൗത്ത് പാഴ്സ് വാതകപ്പാടത്തിന് നേരെ നടന്നിട്ടുള്ള ഇസ്രായേൽ ആക്രമണം. ഇതിന് ഒരു പ്രതികാരം എന്നോണമാണ് പശ്ചിമേഷ്യയിലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുള്ള എണ്ണപ്പാടങ്ങൾ അതുപോലെ തന്നെ വാതകപ്പാടങ്ങൾ കേന്ദ്രീകരിച്ച് ഇറാൻ ആക്രമണം ശക്തമാക്കിയത്. ഇതിൽ പ്രധാനമായിട്ടും ആക്രമണങ്ങൾ നടന്നത് ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റി, അതുപോലെ കുവൈറ്റിലെ മിന അൽ അഹമ്മദി റിഫൈനറി, പിന്നെ UAE-യിലെ ഹഷ്ബാൻ ഗ്യാസ് ഫെസിലിറ്റി, പിന്നെ സൗദി അറേബ്യയിലുള്ള സാംറഫ് റിഫൈനറിയിലും ആക്രമണം നടന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ഇത്തരത്തിൽ വ്യാപകമായ ആക്രമണമാണ് തീർച്ചയായിട്ടും നടന്നത്. പ്രധാനമായിട്ടും ഈ ഖത്തറിൽ നടന്നിട്ടുള്ള ആക്രമണം, അതിൽ കടുത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഇന്നലെ സൗദി അടക്കം 12ഓളം അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ ഇറാനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത്. ഇതിൽ ഇപ്പോൾ സൗദി ശക്തമായിട്ടുള്ള വിമർശനം ഇറാനെതിരെ ഉന്നയിച്ചു. അതായത് ഇറാനിൽ നിന്ന് ഇത്തരമൊരു ആക്രമണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നാണ് സൗദി പറഞ്ഞത്. അതുപോലെ ഇതിന് തൊട്ട് പിന്നാലെയാണ് നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ജപ്പാനോടൊപ്പം ചേർന്ന് ഇപ്പോൾ നിലവിൽ ഈ പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളിൽ അതിൽ തന്നെ ഹോർമുസ് കടലിടുക്കിൻ്റെ ഒരു ഉപരോധം അടക്കം കണക്കിലെടുത്തുകൊണ്ട് സംയുക്ത പ്രസ്താവന പുറത്തിറക്കുന്നത്. അതായത് UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലാൻഡ്സ്, ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് ഇത്തരമൊരു സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയത്. ഇതിൽ ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ ഈ കപ്പലുകൾക്ക് നേരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെ അപലപിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇവിടെ മൈനുകൾ സ്ഥാപിച്ചും മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തുന്നതിലൂടെ ഇറാൻ അന്താരാഷ്ട്ര നിയമങ്ങൾ നഗ്നമായി ലംഘിക്കുകയാണ്. ഇതുവഴി കപ്പലുകൾക്ക് സുഗമമായ ഗതാഗതം സാധ്യമാക്കാത്തതിലൂടെ വലിയൊരു തെറ്റാണ് ഇറാൻ ചെയ്യുന്നത്. ഈ ഹോർമുസിന്റെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് ഇത്രയും രാജ്യങ്ങൾ ഒന്നിച്ച് അതിൻ്റെ സുരക്ഷ ഉറപ്പാക്കാനായി പ്രതിജ്ഞാബദ്ധരാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് ഇവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനിടെ പുതിയൊരു വിവരം വരുന്നതെന്ന് പറഞ്ഞാൽ UAE പ്രസിഡന്റായിട്ടുള്ള മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനുമായിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു ഡിസ്കഷനിൽ പുതിയ മേഖലയിലുള്ള പുതിയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തതായിട്ടാണ് വിവരം. അതുമാത്രമല്ല, ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വരുന്നത് ഇറാനിലുള്ള മരണസംഖ്യയെ സംബന്ധിച്ച് കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വന്നിട്ടുണ്ട്. ആകെ മരണസംഖ്യ 3186 ആയതായിട്ടാണ് റിപ്പോർട്ടുകളുള്ളത്. US കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു ഹ്യൂമൻ റൈറ്റ് ന്യൂസ് ഏജൻസിയാണ് ഇത്തരമൊരു വിവരം പുറത്തുവിട്ടത്. ഇതനുസരിച്ച് സാധാരണക്കാർ 1394 പേരും 210 കുട്ടികളും കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ 1153 ആർമി ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ നിലവിൽ ഇറാനിൽ നിന്നുള്ള ഒരു മരണസംഖ്യ നമുക്ക് ലഭിക്കുന്നത്. തീർച്ചയായും, അതായത് ഇറാനിലെ സൗത്ത് പാഴ്സ് വാതക പാടത്തിന് നേരെയുണ്ടായ ഇസ്രായേൽ ആക്രമണമാണ് ഇറാനെ വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ ശുദ്ധീകരണശാലകളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുകയായിരുന്നു. ഖത്തറിലെ റാസ് ലഫാൽ ഇൻഡസ്ട്രിയൽ സിറ്റി, കുവൈറ്റിലെ മിന അൽ അഹമ്മദി റിഫൈനറി, മിന അബ്ദുള്ള റിഫൈനറി, UAE-യിലെ
ഹബ്ഷാൻ ഗ്യാസ് ഫെസിലിറ്റി, ബാബ് എണ്ണപ്പാടം, സൗദി അറേബ്യയിലെ സാംറഫ് റിഫൈനറി എന്നിവിടങ്ങളിലേക്കാണ് ആക്രമണമുണ്ടായത്. ഇതൊക്കെ നമുക്കറിയാം തന്ത്രപ്രധാനമായ മേഖലകളാണ്. ലോകത്തെ പാചകവാതകം അല്ലെങ്കിൽ ഓയിൽ നീക്കത്തിൻ്റെ ഏറ്റവും നിർണായകമായ കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ ഇറാൻ തുടർച്ചയായി ആക്രമിക്കുന്നത്. ഇവിടെയാണ് സൗദി അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഇറാനെ തിരിച്ചാക്രമിക്കുമെന്ന് പറയുന്നത്. ഖത്തറും സമാനമായി തന്നെ പറയുന്ന പശ്ചാത്തലമുണ്ട്. ഇതിനിടെ ഇറാൻ വീഴ്ചയിലേക്കെന്നും യുദ്ധം ജനങ്ങൾ കരുതുന്നതിലും വേഗം അവസാനിക്കുമെന്നുമാണ് ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ പ്രതികരണവുമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാനുമായുള്ള സംഘർഷത്തിലേക്ക് US-നെ ഇസ്രായേൽ കൊണ്ടുവന്നുവെന്ന ആരോപണങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നിഷേധിക്കുന്നുണ്ട്. ട്രംപിനോട് ആർക്കെങ്കിലും എന്ത് ചെയ്യണമെന്ന് പറയാൻ കഴിയുമോ എന്നാണ് നെതന്യാഹുവിൻ്റെ ചോദ്യം. ഇറാൻ സംഘർഷം ജനങ്ങൾ കരുതുന്നതിലും വേഗം അവസാനിക്കുമെന്ന് നെതന്യാഹു പറയുന്ന പശ്ചാത്തലമുണ്ട്. ഒപ്പം ഹോർമുസ് കാട്ടി ഇറാൻ ലോകത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. ഹോർമുസ് കടലിടുക്ക് കടക്കാനുള്ള ഇറാൻ്റെ എല്ലാ ശ്രമവും പരാജയപ്പെടുത്തുമെന്നും നെതന്യാഹു പറയുന്ന പശ്ചാത്തലമുണ്ട്. ഒപ്പം ഈ യുദ്ധം തുടരും എന്നാണ് ഇപ്പോൾ US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും പറയുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ സമയപരിധി തീരുമാനിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അജയ്, ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. US-ഉം ഇസ്രായേലും രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. രണ്ടുപേരും യുദ്ധമുഖത്ത് സംയുക്തമായി ഉള്ളവരാണ്. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറയുന്നു യുദ്ധം എത്രയും വേഗം അവസാനിക്കുമെന്ന്. അതേസമയം അമേരിക്ക പറയുന്നു യുദ്ധം ഇനിയും നീളും, അവസാനിപ്പിക്കാനുള്ള സമയപരിധി തീരുമാനിച്ചിട്ടില്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഒരു ലക്ഷ്യം അവർ കണ്ടത് അത് സാധിച്ചു എന്നുള്ള ആത്മവിശ്വാസമുണ്ടോ ഈ രണ്ട് രാജ്യങ്ങൾക്കും? പ്രധാനമായും നേതാക്കളെയെല്ലാം ഓരോരുത്തരെയായി കൊലപ്പെടുത്തുന്നു. ഇനിയിപ്പോൾ ഇറാന്റെ നേതൃത്വത്തിൽ കാര്യമായ ആളുകളില്ല. പക്ഷെ അപ്പോഴും ഇറാൻ പ്രതിരോധിക്കുന്നുണ്ട്, യുദ്ധങ്ങൾ നടത്തുന്നുണ്ട്, ആക്രമണങ്ങൾ പല മേഖലകളിലും വ്യാപിപ്പിക്കുന്നുണ്ട്. അപ്പോഴും ലക്ഷ്യം സാധിച്ചു എന്ന് പറയുന്നത് എന്ത് ആത്മവിശ്വാസത്തിലാണ്? ഇറാൻ ഇപ്പോഴും ആവർത്തിച്ച് വ്യക്തമാക്കുന്ന കാര്യം പ്രധാനമായിട്ടും അവരുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി അടക്കം നിലവിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇറാന്റെ ഫയർ പവർ അത് ഒരിക്കലും അവസാനിച്ചിട്ടില്ല, ഇനി അത് കൂടുതൽ ശക്തമായി ആരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ശക്തമായ രീതിയിൽ തന്നെ അതിൻ്റെ ഒരു പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ഇറാൻ നിലവിൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനിൽ ഇനി എന്തുമാത്രം ആയുധ ശേഷി അവർക്കുണ്ടെന്നോ ഇനി എത്ര കാലം യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുമെന്നോ നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ ഇസ്രായേൽ നിലവിൽ അവകാശപ്പെടുന്നത് പോലെ പെട്ടെന്ന് യുദ്ധം അവസാനിച്ചേക്കാം, ഒരു സമവായത്തിലേക്ക് എത്തിയേക്കാം. എന്നാൽ ഇത്തരത്തിൽ ഈ ഇറാൻ യാതൊരു തരത്തിലും പിന്നോട്ടില്ല എന്നുള്ള തരത്തിൽ ഈ യുദ്ധം തുടരുന്നത് അത് കൂടുതൽ ആശങ്കയ്ക്ക് വകവയ്ക്കുന്നുമുണ്ട്. ഇപ്പോൾ US-ന്റെ കാര്യത്തിലുള്ള ഒരു പ്രതികരണങ്ങൾ നോക്കുകയാണെങ്കിൽ ട്രംപും അദ്ദേഹത്തിൻ്റെ നയതന്ത്ര ഉദ്യോഗസ്ഥരും രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പലപ്പോഴും നടത്തുന്നത്. അവർക്കിടയിൽ തന്നെ കൃത്യമായ ഒരു ധാരണയില്ല എന്ന് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ പീറ്റ് ഹെക്സറ്റ് പല സമയത്തായിട്ട് പറയുന്നത് ഇപ്പോൾ പലതരം കാര്യങ്ങളാണ്. ഈ യുദ്ധം ആരംഭിച്ചതിൻ്റെ കാരണങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് പല പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ പീറ്റ് ഹെക്സറ്റ് ഇതിനു മുൻപേ പറഞ്ഞത് ഇത് ഇപ്പോൾ അവസാനിച്ചിട്ടില്ല, ഇതൊരു പുതിയ തുടക്കമാണ് എന്ന് പറഞ്ഞു. ട്രംപ് ഇതിനു മുൻപേ മാധ്യമങ്ങളോട് സൂചിപ്പിച്ചത് യുദ്ധം അവസാനിക്കാറായി, US വിജയിക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രസ്താവന അതിനു മുൻപേ നടത്തിയിരുന്നു. പിന്നീട് ട്രംപ് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത് ഇറാനിൽ പുതിയൊരു ഭരണകൂടത്തിന്റെ തുടക്കമെന്നാണ് പീറ്റ് ഹെക്സറ്റ് ഉദ്ദേശിച്ചതെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇപ്പോൾ അതുപോലെ